അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് VS കോഡിൽ അങ്ങനെ ഓട്ടോ സേവ് എനബിൾ ആക്കുക എന്നുള്ളതാണ്. ആ ഫീച്ചർ എനബിൾ ആക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്ത് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിൽ സേവ് ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് ടൈപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ എക്സ്റ്റൻഷൻസ് ആണ്. അതിൽ നമുക്ക് വേണ്ടത് സേവ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷനാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കണ്ടെത്തി ഫസ്റ്റ് എടുക്കണം ദിസ് വൺ. ഈ വൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓൺ ക്ലിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ എക്സ്റ്റൻഷൻ നമ്മുടെ VS കോഡിൻ്റെ IDയിൽ വന്ന് ഡൗൺലോഡ് ആക്കി എടുക്കണതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കലി ആ എക്സ്റ്റൻഷൻ IDയിൽ വർക്ക് ആവുന്നതാണ്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കോഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് മറന്നു സേവ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് അടിച്ച അത്രയും കോഡുകൾ മിസ്സായി പോകാറുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യണ കോഡുകൾ അപ്പം അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ സേവ് ചെയ്യണ ഫയലിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ മാനുവലി സേവ് ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് സേവ് ആവുന്നതാണ്. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.